ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നത് എക്സോറ എന്നുള്ളൊരു ഈ ഒരു ചാനലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് SMC പഠിക്കുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ എല്ലാവരും അതെ. വന്നിട്ടുള്ളത്? ഇത് ഫ്രീ ആയിട്ട് SMC സെഷൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനെല്ലാം ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്ന് ഓറിയന്റേഷൻ സെഷൻ കണ്ടക്ട് ചെയ്തതും. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് ഈ എക്സോറ ക്യാപിറ്റൽ എന്നതിന്റെ ഉദയത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം ഒന്ന് അറിയണം. ഇതെങ്ങനെയാണ് എക്സോറ ക്യാപിറ്റൽ വന്നത് എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് അറിയണം. എക്സോറ ക്യാപിറ്റൽ എന്നതിന്റെ അണ്ടറിൽ 5 പേരാണുള്ളത്. ഓക്കെ, ഈ 5 പേരും ട്രേഡേഴ്സ് ആണ്. 5 പേരും ട്രേഡേഴ്സ് ആണ്. അപ്പോൾ ഈ 5 പേരും വന്ന സ്ട്രഗിൾസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളൊരു 5 കൊല്ലം, ആ ഒരു 3 കൊല്ലം 4 കൊല്ലമായിട്ട് പുറകെ നടന്നിട്ടാണ് ഈ എക്സോറ ക്യാപിറ്റൽ എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വന്ന സ്ട്രഗിൾസുകളും ഒക്കെ ഒക്കെ വാഷ് ഔട്ട് ആയിട്ടുള്ള അക്കൗണ്ട്സുകളും കാര്യങ്ങളും എല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സോറ ക്യാപിറ്റൽ എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന സ്ട്രഗിൾസ് ഒന്നും എന്തായാലും ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇനീഷ്യൽ ഫേസിൽ വരുന്നതാണ്. അതല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴും വരുന്നത് തന്നെയാണ്. അപ്പോൾ മാക്സിമം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നതിന്റെ ലക്ഷ്യത്തിന്റെ പുറത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ആ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യണം. അതിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും എക്സോറ ക്യാപിറ്റലിൽ നിന്ന് ഞങ്ങൾ തരും എന്നുള്ളതിന്റെ ഉറപ്പാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ SMC, അതായത് ഫ്രീ ആയിട്ടുള്ള SMC സെഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. കുറച്ചൊരു 3 ക്ലാസ് അല്ലെങ്കിൽ ഒരു 4 ക്ലാസ് എടുത്തതിന് ശേഷം ബാക്കി പെയ്ഡ് ആണോ എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. ഓക്കെ, പലയിടത്തും സംഭവിക്കുന്നതും അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? അതെ. ഓക്കെ, ഇവിടെ ഇത്രയേ ഉള്ളൂ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, പല അക്കാദമികളിലും നിങ്ങൾ തിരക്കിയിട്ടുണ്ടാവും. ആ വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യും എല്ലാവരും. ആ, ഓക്കെ. അപ്പോൾ നിങ്ങൾ പല അക്കാദമികൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ തട്ടിയും മുട്ടിയും ട്രേഡിംഗ് അക്കാദമികൾ നടക്കാൻ പറ്റാത്ത കാലമാണ്. അപ്പോൾ നിങ്ങൾക്ക് അക്കാദമികളിലൊക്കെ തിരക്കിയിട്ടുണ്ടാവും, ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നിങ്ങൾ പല അക്കാദമികളിലും തേടി പോയിട്ടും ഉണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം നിങ്ങൾക്ക് തിരക്കും പറയാം. 25,000, 30,000, 35,000, 40,000 രൂപയ്ക്കാണ് കോഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, SMC ആണെങ്കിൽ എന്താണെങ്കിലും കോഴ്സും കാര്യങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ആ ഒരു 30,000, 35,000 രൂപയ്ക്കും ഡെലിവറി ചെയ്യുന്നതിന്റെ 2 ഇരട്ടി ഇവിടെ എക്സോറ ക്യാപിറ്റലിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്ത് തരും. ഓക്കെ, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ 30,000 രൂപയ്ക്കും 35,000 രൂപയ്ക്കും നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കുന്നതിനപ്പുറത്തേക്ക് അതിന്റെ 2 ഇരട്ടി ഇവിടെ ഞങ്ങൾ എക്സോറ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെർവ് ചെയ്ത് തരും. ഓക്കെ ആണോ? യെസ്. ഓക്കെ, അതിൽ ഒരാൾ പോലും, ഈ ഇരിക്കുന്ന 62 പേരുണ്ടെങ്കിൽ 62 പേരും ഒരാൾ പോലും അതിലൊരു നെഗറ്റീവ് പറയല എന്ന് തുടക്കമേ ഞങ്ങൾ പറഞ്ഞാണ് തുടങ്ങാൻ പോണേ. കാരണം ഞങ്ങളിത് ഓൾറെഡി ഞങ്ങൾ SMCയുടെ ഒരു ഫസ്റ്റ് ബാച്ച് ഒരു ഫ്രീ ആയിട്ടൊരു സെഷൻ ഞങ്ങൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തതാണ്. അതിന്റെ ജസ്റ്റ് യൂട്യൂബിലുള്ള ഫീഡ്ബാക്ക് മാത്രം എടുത്താൽ മതി എക്സോറ ക്യാപിറ്റലിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഫ്രീ ആയിട്ട് സർവേ ചെയ്ത് ഞങ്ങൾ ആ ഒരു സെഷന്റെ 11 സെഷൻ ഉണ്ടായിരുന്നു. ആ 11 സെഷന്റെ ജസ്റ്റ് യൂട്യൂബിൽ പോവുക, നിങ്ങൾ എക്സോറ ക്യാപിറ്റൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് കമന്റ്സ് വായിച്ചാൽ അറിയാം അതിന്റെ ക്വാളിറ്റി എത്രമാത്രം ക്വാളിറ്റിയിലാണ് ഞങ്ങൾ അത് ഡെലിവറി ചെയ്തത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓൾസോ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു, പ്രോപ്പർ ആയിട്ടുള്ള ലൈവ് സെഷൻസുകൾ ഉണ്ടാവും. റെക്കോർഡിങ്സും നമ്മൾ കൂടാതെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടൈമിംഗ് ഈ സെയിം ടൈമിംഗ് തന്നെ ആയിരിക്കും. 8 മണി എന്നുള്ളത് സെയിം ടൈമിംഗ് തന്നെ ആയിരിക്കും. അത് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ എന്നുള്ളതായിരിക്കും ഒരു സെഷൻ ഉണ്ടാവുക. ഓക്കെ, വളരെ ബിഗിനർ തൊട്ടിട്ട് SMCയിൽ വരുന്ന കോൺസെപ്റ്റുകൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഇവിടെ ലേൺ ചെയ്യും. ഓക്കെ, അതിന് നിങ്ങൾ വേറെ എവിടെയും പൈസ കൊടുത്ത് പഠിക്കാൻ പോകണ്ട. വേറെ ഒരു രീതിയിലും നിങ്ങൾ ഒരു സാധനവും പർച്ചേസ് ചെയ്യേണ്ട. എല്ലാം എല്ലാം SMCയുടെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ സർവ് ചെയ്ത് തരും. ഓക്കെ, ഒറ്റ കാര്യം മാത്രം. നിങ്ങൾ ഒന്നും നമ്മളൊരു ടെക്നിക്കൽ നോളജ് പറഞ്ഞു തന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോളജ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ട്രേഡിംഗ് ബേസിന്റെ ഒരു ഇന്ന രീതിയിൽ ഇന്ന ചെയ്യണം, ഇന്ന ചെക്ക് ലിസ്റ്റിൽ ഇന്നത് പോകണം എന്ന് നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ, എന്നെ വിളിച്ചോ? ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചാർട്ടിൽ നിങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ ട്രേഡിങ്ങിൽ രക്ഷപ്പെടൂ എന്നുള്ളത് കട്ടായി ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഓക്കെ, ഒരു കാരണവശാലും ഇതൊരു തിയറി പോലെ നമ്മൾ എക്സാം എഴുതാനൊന്നുമല്ല പഠിക്കണേ. നമുക്കിത് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് വേണം. ആ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് ചാർട്ടിൽ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം?
നമ്മളുടെ കമ്മ്യൂണിറ്റികളിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അതിന് നമ്മൾ പല മെൻറ്റേഴ്സിനെ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ചാർട്ട്സുകളും കാര്യങ്ങളെല്ലാം നോക്കാനും നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു 3-4 മെൻറ്റേഴ്സിനെ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. ഓക്കെ അല്ലേ? വർക്കൗട്ട് ചെയ്യാതെ ഒരു രക്ഷയുമില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയാറുണ്ട്, ഇവിടെയും അങ്ങനെയാണോ? അതായത് ഉദ്ദേശിച്ചത് IB അക്കൗണ്ട്സിന്റെ കേസാണ് ഉദ്ദേശിച്ചത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയാറുണ്ട്, ഇങ്ങനെയും അതല്ലേ ഉദ്ദേശിച്ചത് നിയേസ് ബ്രോ? ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യോ ചെയ്യാതിരിക്കുകയോ ഒന്നും ഞങ്ങളുടെ മാറ്റർ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. അതിലൊന്നും നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കൈ കടത്താൻ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ വരില്ല. ഞങ്ങൾ ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് നാളെ ഒരു കാലത്ത് അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് നിങ്ങളൊരു ട്രേഡറായി എന്നുള്ളൊരു ലേബലിൽ അറിയപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, എക്സെവറ ക്യാപിറ്റൽ എന്നതിനെ കുറിച്ച് മാത്രമേ ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു നേട്ടവും ഞങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല. ഞങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്ത് പുറത്തായിട്ട് ഞങ്ങൾക്ക് മെൻറ്റർഷിപ്പും കാര്യങ്ങളും എല്ലാം അതിനുള്ള ആൾക്കാരാണ്. ഓക്കെ, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. പോരാ, ഞങ്ങൾക്ക് ട്രേഡിംഗ് എന്നുള്ള വരുമാനമുണ്ട്. ഞങ്ങൾ ഈ ഒരു SMC എന്ന് പറയുന്ന ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള SMC സെഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു ലാഭത്തിൻ്റെയും പുറകെ ഓടാൻ നിൽക്കുന്നതല്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യണം. അതിൽ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യണം എന്നുള്ള പ്രോപ്പറായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എക്സെവറ ക്യാപിറ്റൽസ് എന്നുള്ളത് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ പറയുകയാണ്. ഓക്കെ, അതിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നോ നിങ്ങൾ ഒന്നും ചെയ്യണമെന്ന് നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോവാം, ഒരു ഇഷ്യൂ ഇല്ല. ഞങ്ങൾക്ക് ഒറ്റൊരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ളത്. നിങ്ങൾ ക്ലാസ്സുകളിൽ കറക്റ്റായിട്ട് വരണം, ലൈവ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തതിനു ശേഷം വ്യക്തമായിട്ട് നിങ്ങൾ ചാർട്ടുകൾ നോക്കി വർക്കൗട്ട് ചെയ്ത് അയച്ചു തരണം. മാക്സിമം ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കണം. ബുദ്ധിമുട്ടാൻ ഞങ്ങൾക്ക് ഇഷ്ടവുമാണ്. ഓക്കെ അല്ലേ? ഡെയിലി ക്ലാസ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഡെയിലി ക്ലാസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഒരു സമയം വേണമല്ലോ. അപ്പോൾ ആ വർക്കൗട്ട് ചെയ്യാനുള്ള സമയമാണ് നമ്മൾ ബാക്കി ആ ടൈം പീരീഡ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. നിങ്ങൾ വ്യക്തമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ. ഡസ് ദിസ് കോഴ്സ് കവർ നിഫ്റ്റി ഓപ്ഷൻസ് ആസ് വെൽ? നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ 3 രീതിയിലുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ക്രിപ്റ്റോയിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ SMC കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 മാർക്കറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫോറക്സും ക്രിപ്റ്റോയും തന്നെയാണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സും ക്രിപ്റ്റോയുമാണ് കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് മാർക്കറ്റ് ലിക്വിഡിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഫോറക്സും ക്രിപ്റ്റോയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഉറപ്പായിട്ടും ഈ ഒരു കോൺസെപ്റ്റ് SMC കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ടോട്ടൽ എത്ര ക്ലാസ് ഉണ്ടാവും? ടോട്ടൽ നമുക്കൊരു 10, 11, 12 സെഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈ 12 സെഷൻ കൊണ്ട് നമ്മൾ തമ്മിൽ വിട്ടുപിരിയൊന്നുമില്ല. 12 സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഫ്രീ ആയിട്ട് ഞങ്ങൾ ലൈവ് സെഷൻസും പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ കൂടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഒരു ദീർഘകാല ബന്ധമാണ്. ഇത് നമ്മൾ ഇന്നോട്ട് ബന്ധം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇത് നമുക്ക് അങ്ങോട്ട് എത്ര കാലം നമ്മളുണ്ടോ അത്രയും കാലം എന്ത് ചെയ്യണം, നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് താല്പര്യം. അപ്പോൾ ഈ ഒരു ഫ്രീ സെഷൻ കഴിഞ്ഞതിന് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് സെഷൻസ്, അതായത് കൂടെ ഇരുന്ന് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ പലയിടത്തും ഞങ്ങൾ പഠിപ്പിക്കുന്ന കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു പ്രാക്ടിക്കലായിട്ടൊരു PDF മുന്നിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് സാധാരണ കണ്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ചാർട്ട് നോക്കി പഠിക്കാം. PDFിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് വ്യക്തമായിട്ട് ചാർട്ട് നോക്കി ക്യാൻഡിൽസിന് അനാലിസിസ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ഒന്നുകൊണ്ടും നിങ്ങൾ വറീഡ് ആവണ്ട. നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടിയാൽ മതി. ഈ SMC കോൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങളെ ഉള്ളം കയ്യിലെടുത്ത് അങ്ങ് വെച്ച് തരും. ഓക്കെ, നിങ്ങളത് കൈമടക്കി അങ്ങ് പിടിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണ്?
അതാണ് അതിനുള്ള ഉത്തരമാണ് ഞാൻ തുടക്കം മുമ്പേ ഞാൻ പറഞ്ഞതിന് ഉത്തരം. ഇപ്പോൾ ഉറപ്പായിട്ടും ഇതിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് കിട്ടുക, നിങ്ങൾ അറിയപ്പെടുക എന്നുള്ളത് ഉറപ്പായിട്ടും ഞങ്ങളുടെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഇതിൽ ആദ്യത്തെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾക്ക് പുറത്ത് മെന്റർഷിപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള ആൾക്കാരാണ്. അതായത് പെയ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പും കാര്യങ്ങളും എല്ലാം ആൾക്കാരാണ്. ഓൾസോ ഞങ്ങൾ 5 പേരും ട്രേഡേഴ്സുമാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അവിടുന്ന് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതെന്ന് പറയുന്നത് ഞാൻ തുടക്കമേ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ 5 ട്രേഡേഴ്സ് നടന്നു വന്ന കുറച്ച് പാതകളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ തട്ടിമുട്ടി നിന്ന വഴികളുണ്ട്. അപ്പൊ ആ വഴികളൊന്ന് നൂത്തെടുക്കുക, അത് നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നൊരു ലക്ഷ്യത്തിന്റെ പുറത്ത് മാത്രമാണ്, ആത്മാർത്ഥമായി പറയുകയാണ്, ആ ഒരു ലക്ഷ്യത്തിന്റെ പുറത്ത് മാത്രമാണ് ഞങ്ങൾ ഈ ഫ്രീ ആയിട്ടുള്ള SMC സെഷൻ പ്രൊവൈഡ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങളൊരു വേറൊരു അക്കാദമിയിൽ പോയി 30,000 രൂപയ്ക്കും 40,000 രൂപയ്ക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളത് തോന്നിയിട്ടാണ് ഞാൻ പോലും 30,000 രൂപയ്ക്ക് തുടക്ക ട്രേഡിംഗ് തുടങ്ങിയ സമയത്ത് SMC കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ അക്കാദമിയിൽ നിന്ന് ഒരു 30,000 രൂപയ്ക്ക് ഞാൻ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ച ആളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അത് ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് സെർവ് ചെയ്യും. ഞാൻ തുടക്കമേ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ ഏതൊരു 30,000 രൂപയ്ക്ക് ഏതൊരു അക്കാദമിയിൽ പോയി പഠിക്കുന്നതിൻ്റെ 2x നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഞങ്ങൾ സെർവ് ചെയ്ത് തരും. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം, ആ ക്ലാസ്സിനെ നിങ്ങൾ കയ്യിൽ പിടിക്കുക, അതിനെ വ്യക്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടാവും. നിങ്ങൾക്ക് സൈക്കോളജിക്കൽ പ്രശ്നമായിട്ട് എന്തെങ്കിലും, ട്രേഡിംഗ് ഉറപ്പായിട്ടും ഉള്ളതാണ് സൈക്കോളജിക്കലായിട്ട്, അതായത് ഒരിക്കലും ഒരു ടെക്നിക്കലി പ്രോപ്പർ നോളജ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ട്രേഡറിന്റെ ഉദയമൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനുശേഷം ട്രേഡിങ്ങിലെ സൈക്കോളജിയുമായിട്ട് വളരെ മാച്ചപ്പായി പോകണം, റിസ്ക് മാനേജ്മെന്റുമായിട്ട് വളരെ മാച്ചപ്പായി പോകണം. ഈ 3 കാര്യങ്ങളും ഒത്തിണങ്ങി വരുമ്പോൾ മാത്രമേ നിങ്ങളൊരു ട്രേഡറായി എന്ന് പറയാറായിട്ടുള്ളൂ. ഓക്കെ, ഒരുപാട് സ്ട്രഗിളിംഗ് ഫേസിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പോകുന്നുണ്ട്. ഇതിലിപ്പോൾ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടോ? ഹലോ. ബേസിക് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, ഒരു 3-4 കൊല്ലത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? 3-4 കൊല്ലം? നോ 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 നോ. ആരെങ്കിലും ഉണ്ടോ? എസ് ആം 2.5. ഓക്കെ, ജസ്റ്റ് ആ എക്സ്പീരിയൻസ് ഉള്ള ആള് ജസ്റ്റ് ഒന്ന് മൈക്ക് ഒന്ന് ഓൺ ചെയ്താൽ വളരെ ബെറ്റർ ആയിരിക്കും. ആരായാലും മതി. എന്താണ് പറയേണ്ടത്? ഇപ്പൊ എത്ര കൊല്ലായി ട്രേഡിംഗ് തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 6-7 കൊല്ലത്തോളം ചെയ്യുന്നില്ല, പഠിക്കുന്നു, അതിന്റെ പുറകെ ജസ്റ്റ് അതിന്റെ പുറ ചെയ്തു ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഓക്കെ ഓക്കെ, അതിന്റെ കുറച്ച് പുറകെ ലാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? ഇത് ലാസ്റ്റ് ആണ്. ഇത് ഇത്ര നാള് ഇതൊരു ഗാംബ്ലിംഗ് പോലെയായിരുന്നു. ഇപ്പൊ മനസ്സിലായി. ലാസ്റ്റ് ആണ് സ്ട്രാറ്റജി എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ ഏകദേശം മാർക്കറ്റ് ആണോ അതോ ഫോറക്സോ? ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് ഫോറക്സിൽ ചെയ്തിട്ടില്ല. ഞാൻ ഡെമോയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓക്കെ ഒരു വർഷമായിട്ട് ICT പഠിക്കണം. ഓക്കെ, അയച്ചിട്ട് പഠിക്കണം. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് എന്തിലാ പ്രശ്നം? ട്രേഡിംഗ് സൈക്കോളജി ആണ് അല്ലേ? ഇതാന്ന് പറഞ്ഞു, ഗാംബ്ലിംഗ് പോലെ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജിയിലായിരിക്കും കമ്പാരിറ്റീവ്ലി കൂടുതൽ പ്രശ്നം. പ്രോപ്പറായിട്ട് കുഞ്ഞാമോ ബൈക്ക് ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു പ്രോപ്പറായിട്ട് ടെക്നിക്കൽ നോളജ്, പ്രോപ്പറായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് പോലെ പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റോട് കൂടി നമ്മൾ പ്രോപ്പറായിട്ടൊരു ടെക്നിക്കൽ നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് നമ്മളുടെ മുന്നിൽ കൂടെ നമ്മളുടെ കാശ് പറന്നു പോകുന്നുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ട്രേഡർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ റിസ്ക് മാനേജ്മെന്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മളത് ഡിസ്കസും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് തട്ടി നിൽക്കുകയാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞങ്ങളെ മെൻറ്റേഴ്സിനെ വിളിക്കാം, ഓക്കെ, സംസാരിക്കാം, ഒരു പ്രശ്നവുമില്ല. അതിപ്പോൾ എന്നെ പേഴ്സണലി വിളിക്കുന്നതിന് ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ രാത്രി 1 മണിക്ക് വിളിച്ചാലും പേഴ്സണലി ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. ഓക്കെ, നിങ്ങൾ ചോദിക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ഹലോ, ക്വസ്റ്റ്യൻ. ഓക്കെ. ഹലോ. ഞാൻ ചോദിക്കുന്ന ഈ SMC കൺസെപ്റ്റ് ഒക്കെ ഇപ്പോഴും മാറി, എക്സ്പെഷ്യലി ഗോൾഡിലൊക്കെ വർക്ക് ആവുമോ? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ട്രാപ്പേഴ്സ് ഒക്കെ ഇല്ലേ, SMC ട്രാപ്പേഴ്സ് ഒക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMC കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. ബ്രോ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ള കേസ് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMC കോൺസെപ്റ്റിന്റെ കൂടെ തന്നെ കുറച്ച് 8 CRT എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, 8 CRT അങ്ങനത്തെ കോൺസെപ്റ്റ്, അതേപോലെ തന്നെ CIST,
അങ്ങനത്തെ കോൺസെപ്റ്റുകളിലൂടെ ആഡ് ഓൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിപ്പിക്കുന്നത്. പ്യുവർ SMC എന്നുള്ളതല്ല. മനസ്സിലായോ? അപ്പോൾ ഒരു SMCക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ നോക്കി കാണേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രോ പറഞ്ഞതുപോലെ ഗോൾഡിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രീസ് വരുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിന് അങ്ങനത്തെ കേസുകളൊക്കെ സംസാരിച്ചല്ലോ. അപ്പോൾ അതിനെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഒരു ക്ലാസ് പോലും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള ക്ലാസ്സുകളില്ല, എല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് മെൻറ്റേഴ്സിനെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. മെൻറ്റേഴ്സിനെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ കാര്യങ്ങളുണ്ടാവും. ഓക്കെ അല്ലേ? കൂടെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ട്രേഡിംഗ് പരമായിട്ട് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിളിക്കാം. എത്ര മണിക്കൂർ വേണം, എത്ര മിനിറ്റ് വേണേലും, എത്ര മണിക്കൂർ വേണേലും നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാം, പ്രശ്നമില്ല. എത്ര ചാർട്ട്സ് വേണേലും നിങ്ങൾ അയച്ചോ, ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് അത് കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ എന്ന് ഞങ്ങൾ പറയാം. എന്ത് ഡൗട്ടുകളും നിങ്ങൾക്ക് ചോദിക്കാം, വ്യക്തമായിട്ട് ആൻസറബിൾ ആയിട്ട് ഞങ്ങൾ ഉണ്ടാവും കൂടെ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങളെ യൂസ് ചെയ്താൽ ഈ SMC കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ വിചാരജീവി ഫ്രീ സെഷനിൽ സെർവ് ചെയ്യാൻ പോകുന്ന എല്ലാ കോൺസെപ്റ്റുകളും വ്യക്തമായിട്ട് ക്ലിയർ കട്ടോട് കൂടി നിങ്ങളെ ഉള്ളം കയ്യിലെടുത്ത് ഞങ്ങൾ വെച്ച് തരും. ഓക്കെ, ഇത്ര ഉറപ്പോട് കൂടിയാണ് ഞങ്ങൾ പറയണേ. ഞങ്ങളത് ഓൾറെഡി ചെയ്ത കാര്യമാണ്, ഇത് രണ്ടാമതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മാത്രം. റെക്കോർഡിംഗ് ക്ലാസ് എവിടെയാണ് കിട്ടുക? ഉറപ്പായിട്ട് റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടാവും. ഓൾറെഡി നമ്മളുടെ SMCയുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ റെക്കോർഡിങ്സ് ഓൾറെഡി നമ്മൾ യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് റെഫറൻസ് ആയിട്ട് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ഈ ഒരു ബാച്ച് 2ൻ്റെ റെക്കോർഡിങ്സ് നമ്മൾ മിക്കവാറും ഒരു ഡ്രൈവായിട്ട് അതിൽ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം ലൈവായിട്ട് തന്നെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുക. പ്രോപ്പറായിട്ട് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടൊരു ട്രേഡിങ്ങിൽ ഒരു ഭാവി ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ 90 പേരുണ്ടെങ്കിൽ 90 പേരും ട്രേഡർ ആക്കും എന്നുള്ള അവകാശവാദങ്ങളൊന്നും ഞങ്ങളില്ല, കാരണം അത്രമാത്രം മണ്ടന്മാരും അല്ല ഞങ്ങൾ. അപ്പോൾ ഒറ്റ കാര്യം മാത്രം, നമ്മൾ ഒരു 1% ക്ലബ്ബ്, നമ്മളിപ്പോഴും പറയാം 100-ൽ 99% ട്രേഡിങ് വരുന്ന ഒരു ട്രേഡേഴ്സ് ഫെയിലിയർ ആണ്, 1% മാത്രമാണ് രക്ഷപ്പെടുന്നതെന്ന് പറയാം. ആ 1%ലേക്കുള്ള യാത്ര നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും കൂടെ മനസ്സുകൊണ്ട് അതിലൊന്ന് പ്രാപ്തരാക്കി എടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. Okay. ഓക്കെ. ഹൗ മെനി അവർ ഫോർ 1 ക്ലാസ്? നമുക്കത് മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എന്നുള്ള ആ ക്ലാസ്സിൻ്റെ ദീർഘ്യം എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്കത് പറയാം. നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റില്ല, എങ്കിലും ഒരു 1, 1.5 എന്നുള്ള രൂപത്തിലേക്ക് ബ്രോയ്ക്ക് കാണാം. 2 or 3 ഐ ഗസ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിച്ചോ, ഒരു മടിയും വിചാരിക്കണ്ട. എന്തറിയണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ? ഒറ്റ കാര്യം മാത്രം, കൂടെ ഞങ്ങളുണ്ട്. ഒന്നിനും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യങ്ങളില്ല. ഒരിടത്തും നിങ്ങൾ 20,000 30,000 കൊടുത്ത് SMC പോയി പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഇവിടെ അതിലും ബെറ്റർ ആയിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടെ സെർവ് ചെയ്ത് തരും. നിങ്ങൾ അതിനെ വാച്ച് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുക, മെൻറ്റേഴ്സിനെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ഓക്കെ, ഞങ്ങളുടെ ബെനിഫിറ്റ് എന്താണെന്നുള്ള കേസ് മുടങ്ങാൻ പറഞ്ഞതാണ്. നിങ്ങളൊരു നല്ലൊരു ട്രേഡർ ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു 1% ക്ലബിൽ നിന്ന് വരുമ്പോൾ, അത് ഓക്കെ, അതിൽ നമ്മൾക്കും ഒരു പങ്കാളിത്തം ഉണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നിടത്ത് മാത്രമാണ് എക്സവറ ക്യാപിറ്റലിൻ്റെ സന്തോഷവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ കറണ്ട്ലി ഇതിന് നോക്കി കാണുന്നുള്ളൂ. ഓക്കെ, ക്യാപിറ്റൽ റിക്വയർഡ്. ഫോറക്സിൽ ഏത് ബ്രോക്കറാണ് നല്ലത്? ഫോറക്സിൽ നമ്മളെല്ലാം യൂസ് ചെയ്യാറുള്ളത് അൽപ്പാരിയാണ് യൂസ് ചെയ്യാറുള്ളത്. ക്യാപിറ്റൽ റിക്വയർഡ്. ഓക്കെ. തുടക്ക സമയത്ത് നമ്മൾ അത്രമാത്രം ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ബാധിക്കാത്ത, ആ എമൗണ്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്കത് വലിയ മാറ്റർ അല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരാത്ത ഒരു എമൗണ്ട് ഇട്ട് മാത്രം നമുക്ക് തുടക്കം ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ കോൺഫിഡൻസിനനുസരിച്ച്, നിങ്ങളുടെ ഗ്രോത്തിനെ മെൻറ്റേഴ്സ് ഒന്ന് ചെക്കൗട്ട് ചെയ്തതിനനുസരിച്ച് നമുക്കതിനെ പേഴ്സണലി നമുക്കത് സെറ്റ് ചെയ്തിറക്കാവുന്നതാണ്. സാർ, ഐ എം എ ബിഗിനർ. ഓക്കെ, ഒരു കുഴപ്പമില്ല, എല്ലാവരും ബിഗിനറാണ്, അത് ഒരു പ്രശ്നമേ അല്ല. കംപ്ലീറ്റ്ലി നമ്മളൊരു വളരെ ബേസിക്സ് തൊട്ടിട്ട് തൊട്ടിട്ട് നമ്മൾ എവിടെ ചെന്ന് അവസാനിപ്പിക്കും? SMCയുടെ ഇസഡിൽ ചെന്ന് തന്നെയാണ് അവസാനിപ്പിക്കണേ. അപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് പഠിക്കാം.
നിഫ്റ്റി ഓപ്ഷൻ ബൈയിങ് സപ്പോർട്ടാണോ ബ്രോ? എന്താ ഉദ്ദേശിച്ചേ? നിഫ്റ്റി ഇപ്പോൾ കറന്റ് ബൈയിങ്ങിലാണോന്നാണോ, സപ്പോർട്ട് ഏരിയയിലാണോ, മിറ്റിഗേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അങ്ങനെയാണോ ഉദ്ദേശിച്ചത് ബ്രോ? മനസ്സിലായില്ല. എനിക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് ബേസിക്സ് തൊട്ട് പഠിപ്പിക്കും. ഉറപ്പായിട്ടും നമ്മൾ വളരെ തൊട്ട് തന്നെയാണ് തുടങ്ങണേ. തൊട്ട് തുടങ്ങിയാൽ നമ്മൾ ഇസഡിൽ അവസാനിപ്പിക്കും. ഒന്നുകൊണ്ടും പറയിടാവണ്ട. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. പക്ഷെ നമ്മൾ എപ്പോഴും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യാൻ പറയുന്നത് ഫോറക്സ് ആണ്. ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും കമ്പാരിറ്റീവ്ലി ഫോറക്സിലാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ക്യാപിറ്റൽ പോലും അവർ ഫേംസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമൊക്കെ ഫോറക്സിലുണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബേസിക്സിൽ തന്നെ നിങ്ങൾക്ക് കവറപ്പായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനെന്തും കൂടെ ചെയ്യാം. ഒരു ഫോറക്സിലോട്ട് നോക്കും. ഫോറക്സ് ലീഗൽ അല്ലല്ലോ സാർ, ടാക്സ് അടയ്ക്കാൻ ഇന്ത്യയിൽ പറ്റുമോ? ഇത് വളരെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. ഫോറക്സിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഉറപ്പായിട്ടും നമ്മളും ചെയ്യണതല്ലേ ഈ ഒരു പ്രോസസ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ടാക്സ് അടയ്ക്കാൻ പറ്റും. ബിസിനസ് ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്ത് ടാക്സ് അടയ്ക്കാൻ പറ്റും. ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്കിത് പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. പേഴ്സണലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. യൂറോ USD ഇല്ലീഗൽ ആണെന്ന് എൻ്റെ പൊന്നെ. ഹലോ സർ. കേട്ടില്ല. ഹലോ പറഞ്ഞു. സർ, എന്റെ സിറ്റുവേഷൻ ഇപ്പോ എന്ന് പറഞ്ഞാ ഓ, ഞാൻ ഇപ്പോ ഫോറക്സിൽ ഒരു 2 വർഷത്തോളം ആയി. ഓക്കെ ബട്ട് എനിക്കിപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. ഞാനൊരു അക്കാഡമിയിൽ പോയി പഠിച്ചതാണ്. ഓക്കെ. എന്താ പക്ഷേ പഠിപ്പിച്ചവിടെ? എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ബേസിക്സ് ആയിട്ടെല്ലാം പഠിപ്പിച്ചു. ഫസ്റ്റ് ഓക്കെ. ഒന്നും തൊട്ട് തുടങ്ങി ഈ FEG, ഓർഡർ ബ്ലോക്ക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാനിപ്പോ ഒരു 4 അക്കൗണ്ടോളം കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഫണ്ടഡ് ഫണ്ടഡ് അക്കൗണ്ട്. അക്കൗണ്ട്. ഓക്കെ. ഇപ്പൊ കറന്റ്ലി ഞാൻ ഒരു ഫേസ് പാസ്സായി നിൽക്കുക. ഓക്കെ. എനിക്കിപ്പോ മെന്റർഷിപ്പിന് ഞാനിപ്പോ ആരെ കോണ്ടാക്ട് ചെയ്യാ പേഴ്സണൽ ആയിട്ട്, എങ്ങനെ ആരെ? അത് നിഖിലിനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. നിഖിൽ എന്ന് പറഞ്ഞിട്ട്, നിഖിൽ ബ്രോ ഇവിടെ ഉണ്ടോ? നിഖിൽ ബ്രോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ അല്ലെ? വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. നിഖിൽ ബ്രോ ജസ്റ്റ് നിങ്ങളെ നമ്പർ ഒന്ന് ആ ചാറ്റിൽ ഒന്ന് ഇട്ടേക്ക്. അപ്പൊ പുള്ളിക്ക് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ പുള്ളി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഓക്കെ ഓക്കെ. യൂറോ USD ഇല്ലീഗൽ ആണെന്ന് കേട്ടിട്ടുണ്ട് ഇൻ ഇന്ത്യ. അങ്ങനെയൊന്നും ഇല്ല ബ്രോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് മിത്തുകളുണ്ട് നമ്മളുടെ ഈ ലോകത്ത്. അപ്പം എല്ലാത്തിലും പോയി നമ്മൾ തലവെക്കേണ്ട ആവശ്യങ്ങളില്ല. വ്യക്തമായിട്ട് പ്രോപ്പർ ടാക്സേഷനോട് കൂടി തന്നെ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. പക്ഷെ അതിനെ നമുക്ക് ബിസിനസ് ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് കുറേ ടാക്സേഷൻസ് കാര്യങ്ങൾ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പ്രോപ്പറായിട്ടൊരു CA കൺസൾട്ടന്റിനെ കണ്ടാൽ മതി. അപ്പോൾ എനിക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ പേഴ്സണലി വന്നാൽ മതി. ഈ കോൺസെപ്റ്റ് വെച്ച് നിഫ്റ്റി ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും അതൊക്കെ ചെയ്യാം, നോ ഇഷ്യൂസ്. നിങ്ങൾ എന്ത് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലോ ഫോറക്സ് മാർക്കറ്റിലോ ക്രിപ്റ്റോയിലോ എല്ലാം ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ചാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമുണ്ട്. ആ ടൈം ഭയങ്കര വലിയ മാറ്ററാണ്. അപ്പോൾ നിങ്ങൾ തുടക്ക സമയത്ത് നമ്മളൊരു പുതുതായിട്ട് വന്ന ഒരാളാണ്, നമുക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റില്ല എന്നൊക്കെ വരും. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓൾറെഡി 4 to 5 years ആയിരുന്നു, നമുക്ക് പെട്ടെന്ന് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ അതിന് എന്താണത്, ഒരു ചാർട്ടിൽ ഉണ്ടാവേണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ചാർട്ട് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇപ്പം നിങ്ങൾ അതിലൊന്ന് ഫോക്കസ് ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ തുടക്കമേ പറഞ്ഞ ഒരു ടോപ്പിക്ക് നമ്മൾ കവറപ്പ് ചെയ്താൽ ആ കവറപ്പ് ചെയ്യുന്ന ടോപ്പിക്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഇരുന്ന് പ്രോപ്പറായി വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ചാർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. എന്നിട്ട് അത് ഞങ്ങൾ എന്ത് ചെയ്യും, ചെക്കൗട്ട് ചെയ്തതിന് ശേഷം അത് പ്രോപ്പർ ആണോ അല്ലേ എന്നുള്ളത് ഞങ്ങൾ പറയും. ഇനി അതല്ല എന്താണ് തെറ്റ് എന്നുള്ളതും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരും. ഓക്കെ. അപ്പം നിങ്ങളത് മാക്സിമം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കമേ മാക്സിമം നിങ്ങൾ മെൻറ്റേഴ്സിനെ യൂസ് ചെയ്യുക. ബാക്കി ഞങ്ങൾ ഏറ്റു. വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് ബ്രോക്കർ ഇൻ FX? അങ്ങനെയല്ലേ ബ്രോ? അപ്പോൾ ബ്രോക്ക് ഏതാണോ മോർ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് ബ്രോക്ക് യൂസ് ചെയ്യാം. നമ്മൾ കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യാറുള്ളത് അൽഫാരിയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളതും അൽഫാരിയാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾ ക്ലാസ്സിൻ്റെ കേസുകളോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പേഴ്സണൽ ആണെങ്കിലോ അതോ എന്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, നോ ഇഷ്യൂസ്. അത് നിങ്ങളുടെ ഇതാണെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. സാർ ഒരു ഡൗട്ട്. പറഞ്ഞു.
ഇതില് ഫോറക്സ് നമുക്ക് പഠിക്കുന്ന രീതിയിലുള്ള നോളജ് കിട്ടുമോ? അതോ ഫോറക്സും കൂടെ റെഫറൻസ് ഫോറക്സിൽ ഉപയോഗിക്കാം എന്ന രീതിയിൽ പഠിപ്പിക്കുകയാണോ, അതോ ഫോറക്സ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുമോ ക്ലാസ്സിലൂടെ? ഫോറക്സിന്റെ ഇത് മൊത്തം എടുത്തിട്ട് ബ്രോയുടെ കയ്യിലങ്ങ് വെച്ച് തരും. ഇത്രയും പോലെ. മതി താങ്ക് ഓക്കെ, യു. ഇത്രേ ഉള്ളൂ. കംപ്ലീറ്റ്ലി നമ്മൾ എ ടു ഇസഡ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പഠിക്കും. വളരെ ബേസിക്സ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഫോറക്സിന്റെ എന്താണ് അതിന്റെ ഡിഫറൻസ്, എല്ലാ കാര്യങ്ങളും വളരെ ബേസിക്സ് തൊട്ടിട്ട് നമ്മൾ സിൻസിയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരെ നിങ്ങളോട് പഠിക്കും. താങ്ക് യു ഒരു വെരി മച്ച്. ക്ലാസ് പോലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായി നിങ്ങൾക്ക് തോന്നൂല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് എറർ പോലും ഇവിടെ എക്സോറുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളോട് വന്ന് പറയാം. അത് പിന്നെ ആവർത്തിക്കുകയില്ല. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഹലോ സാറേ. ടെക്നിക്കൽ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. അല്ല, ഇപ്പൊ നമ്മള് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ചേർത്ത് ഞങ്ങൾ ഇപ്പൊ അതിലും അക്കൗണ്ട് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടേ? അൽപ്പാരിയിലാണെങ്കിലും വേണം, ഏതെങ്കിലും. നിർബന്ധമില്ല. അല്ല, ഞങ്ങൾ അൽപ്പാരിയിലാണോ അതോ ഉദ്ദേശിച്ചത്? അല്ലല്ല, എവിടുന്നാണെങ്കിലും ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് ചെയ്യണം, ചെയ്ത് നോക്കണല്ലോ. എടുക്കണം, ഉറപ്പായിട്ട് എടുക്കണം. അപ്പൊ ഞങ്ങളും അക്കൗണ്ട് എടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ? ഇത് ഇപ്പൊ ഇല്ല, നമുക്ക് അങ്ങനെയില്ല. തുടക്ക സമയത്ത് ഇപ്പൊ നമുക്ക് ആദ്യം ചാർട്ടിനൊന്ന് റീഡ് ചെയ്യാൻ പഠിക്കണം. ചാർട്ടിനെ റീഡ് ചെയ്യാന്നുള്ളതാ. ചാർട്ട് ഇപ്പൊ എല്ലാം ഇപ്പൊ ഇതിനിപ്പോ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണുന്നു ഞാൻ വിശ്വസിക്കണേ. സ്ക്രീൻ കാണില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു എല്ലാ ക്യാൻഡിലുകളും നമ്മൾ ഓരോരോ കഥകളാണ് ഈ പറയുന്നത്, ക്യാൻഡിൽസുകളും കാര്യങ്ങളും. അപ്പൊ ആ ക്യാൻഡിൽസിനെല്ലാം പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പഠിക്കണം നമുക്ക് ആദ്യം. ഓക്കെ, റീഡ് ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രോപ്പറായിട്ട് നമുക്ക് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്തു തുടങ്ങേണ്ടത്. ഓക്കെ. പിന്നെ പലരും ഞാൻ ചെയ്യണത് കണ്ടിട്ടുണ്ട്. ഡെമോ അക്കൗണ്ട്സിലൊക്കെ ട്രേഡ്സിന്റെ കേസും കാര്യങ്ങളും നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ സമയം കളയരുത്. കാരണം ഒരു ഇമോഷനും ഇല്ലാത്തൊരു മണിക്ക് പുറകെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥങ്ങളില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് പ്രോപ്പറായിട്ട് തുടക്കത്തിൽ ഒരു 5 ക്ലാസ് 6 ക്ലാസ് കഴിഞ്ഞോട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളെ മെൻറ്റർ നിങ്ങളോട് പറയും നമുക്ക് ഇനി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാം എന്നുള്ളത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണം. ഓക്കെ സാർ. ഓക്കെ, ഫൈൻ. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഒരു ലാർജ് എമൗണ്ട് ഒരാളും ഇപ്പം ഇടരുത്. വളരെ നിങ്ങളെ ബാധിക്കാത്ത, നിങ്ങളെ വറീഡാക്കാത്ത ഒരു എമൗണ്ട് മാത്രം ഇട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് റെഡി ആവണം. ടെക്നിക്കലിനപ്പുറത്തേക്ക് നമ്മളെ സൈക്കോളജിയും കാര്യങ്ങളും എല്ലാം ഒന്ന് റെഡി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സാർ, അതിന് ഒരു മിനിമം എമൗണ്ട് ഉണ്ടോ? അതായത് മിനിമം ഇതിൽ നിന്ന് തുടങ്ങാം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഉള്ളിൽ വരുന്നതല്ലേ? ഓക്കെ, മിനിമം നിങ്ങൾക്ക് ഒരു 5000 ആണ്. ഇപ്പൊ 3000 നിങ്ങളുടെ കയ്യിലുള്ളൂ. 3000 തുടങ്ങാം. ഞാൻ 5000 ആണെങ്കിൽ 5000 തുടങ്ങാം. ഓക്കെ. 3000 തുടങ്ങാൻ പറ്റിയ ബ്രോക്കറേജ് ഏതാ? സ്റ്റാർ ട്രേഡർ ആണോ? അത് നമുക്ക് 5000 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള നമുക്ക് അൽപ്പാരിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള കണക്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. ഓക്കെ, അത് പോകുന്ന വഴിക്ക് നമ്മൾ പ്രോപ്പറായിട്ട് അത് ഗൈഡ് ചെയ്ത് തന്നോളാം. ഓക്കെ സാർ. ഓക്കെ, ഫൈൻ. ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കാൻ സപ്പോർട്ട് ഉണ്ടോ? ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും A to Z കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂടെയുണ്ട്. അത് ഫണ്ടഡ് അക്കൗണ്ട് എന്നല്ല, എല്ലാ കാര്യങ്ങൾക്കും. ഞാൻ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. എന്നെപ്പോലുള്ളവർക്ക് ഈ ക്ലാസ് പറ്റുമോ? പല ടീംസും അറിയില്ല എനിക്ക്. ഒന്നുകൊണ്ടും വറീഡ് ആവണ്ട ബ്രോ. ഇതിലൊരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ളത് വലിയ മാറ്റർ അല്ല. നമ്മൾ പ്രോപ്പറായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ബ്രോ വർക്കൗട്ട് ചെയ്ത് എവിടെ എന്ത് സംശയം ഉണ്ടെങ്കിലും ബ്രോയ്ക്ക് ചോദിക്കാം, ഞങ്ങളോട് പറയാം. ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതിലൊന്നും ഒരു വരീഡും ആവണ്ട. ഉറപ്പായിട്ടും പറ്റും, 100% പറ്റും. 5000 USD ആണോ? അല്ലല്ല, 5000 USD അല്ല, ഇന്ത്യൻ മണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. INR ആണ്. ലാപ്ടോപ്പ് മസ്റ്റ് ആണോ? ഇത് എൻ്റെ ഒരു പേഴ്സണലാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ് വളരെ ബെറ്റർ ആണ്. ഫോണിലൊരു ചെറിയ സ്ക്രീനിൽ ചാർട്ടിൽ അനലൈസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് കൺവീനിയൻ്റ് ആണെങ്കിലും ഓക്കെ, പക്ഷേ ഞാനതിലൊട്ടും കൺവീനിയൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ടാബിൽ ചാർട്ടിനെ റീഡ് ചെയ്യാനേ ഞാൻ എപ്പോഴും 100% ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ എപ്പോഴും നമ്മളിപ്പോൾ ഒരു മെൻറ്റർഷിപ്പിലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുള്ളത് എപ്പോഴും നിങ്ങൾക്കൊരു ലാപ്പ് വേണം അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് വേണം. അത് ഇന്ന സ്പെക്ക് വേണം, i3 വേണം, iPhone i7 അങ്ങനെയൊന്നുമല്ല. ഒരു ലാപ്ടോപ്പ് വേണം, നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റണം. അപ്പോൾ ആ ഒരു കാര്യം അതാകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിനെ റീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് ചാർട്ടിനെ പ്രോപ്പറായിട്ട് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ചോദിക്കുന്നത് കേട്ടിരുന്നു. പ്രോപ്പറായിട്ട് നിങ്ങൾ ടെക്നിക്കലി അനാലിസിസ് ചെയ്യാൻ പഠിക്കണം. ഇത് മാർക്കറ്റിന്റെ പോക്ക് എങ്ങോട്ട്, മാർക്കറ്റ് എന്താണ് ചെയ്യേണ്ടത്, മാർക്കറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ള വ്യക്തമായ ഒരു ധാരണയോട് കൂടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചാർട്ടിന്റെ ഫ്രണ്ടിൽ ഇരിക്കേണ്ടത്.
നമ്മളൊരു ട്രേഡറാണ്, ഗാംബ്ലർ അല്ല എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാവണം. ട്രേഡിംഗ് സൈക്കോളജി കവർ ആക്കുമ്പോൾ കോഴ്സിൽ ഉറപ്പായിട്ടും ട്രേഡിങ്ങിന്റെ സൈക്കോളജിയും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ കവർ ആക്കും. നിങ്ങൾക്ക് ഹലോ പേഴ്സണലായിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഒന്നിലും ഒരു പ്രശ്നമില്ല. ഹലോ ആ പറഞ്ഞോ. ഈ പഠിപ്പിക്കുമ്പോ ഈ ചാർട്ട് ഫുള്ള് ഗോൾഡിന്റെ ചാർട്ട് തന്നെ യൂസ് ചെയ്ത് പഠിപ്പിക്കുക അല്ല യൂറോ നമ്മള് യൂസ് നമ്മൾ യൂറോ USD നോക്കുന്നുണ്ട്, GBP, ഗോൾഡ്, എല്ലാ ചാർട്ടും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ഉൾപ്പെടെ കാണിച്ചിട്ടായിരിക്കും പഠിപ്പിക്കുക. ഗോൾഡിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ആ, ഗോൾഡ് അല്ല ചാർട്ട് എല്ലാം ഒരേ കണക്ക് തന്നെയാണ് ബ്രോ. ഇപ്പോൾ ഗോൾഡ് ആയാലും യൂറോ USD ആയാലും GBP USD എല്ലാം നമ്മൾ കവർ ചെയ്യുന്ന തന്നെ ആയിരിക്കും. ഇപ്പോൾ ബ്രോ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർ ചിലപ്പോൾ യൂറോ USD, GBP USD, അപ്പം നമുക്ക് എല്ലാവരും കവർ ചെയ്യണ്ടേ, ഒരാളെന്നുള്ളതല്ലല്ലോ. അപ്പം നമുക്ക് എല്ലാം കവർ ചെയ്യാം. ഇപ്പോൾ യൂറോ USD നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം, GBP നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം, ഗോൾഡിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം, BTC വർക്കൗട്ട് ചെയ്ത് നോക്കാം, നാസ്ഡാക്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം, എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. അല്ല അപ്പോൾ എല്ലാ ഇതിന്റെ പെയറുമായിട്ട് നിങ്ങൾ ഇണക്കാവും. പറഞ്ഞു കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് അല്ലേ? ഗോൾഡിന്റെ ആണെങ്കിലും യൂറോ USD ആണെങ്കിലും എന്താണെങ്കിൽ എന്ത് ഡിഫറെൻ്റ് അല്ലേ എന്ന്. ലോട്ട് സൈസ് ഒക്കെ കാൽക്കുലേറ്റ് അതെ ചെയ്യുന്നതൊക്കെ അതെല്ലാം നമ്മൾ കോഴ്സിൽ കവറപ്പ് ചെയ്യും. ഒരു ഗോൾഡിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യൂറോ USD എങ്ങനെയാണ് ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവറപ്പ് ചെയ്യും. A to Z കാര്യങ്ങൾ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ. ഓക്കെ. ഈ സ്ട്രാറ്റജി വെച്ച് നമുക്ക് ക്രിപ്റ്റോ ഒക്കെ ട്രേഡ് ചെയ്തു, ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യാം. ട്രേഡിംഗ് സൈക്കോളജി കവർ ചെയ്യുന്നു, അതും കവർ ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. സാർ ഇപ്പോൾ ജോയിൻ ആയതേ ഉള്ളൂ, കോസ്റ്റ് ഡീറ്റെയിൽസ് ആണോ പറയുന്നത്? ഉറപ്പായിട്ട് കോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് പറയണേ. ഒന്ന് ജസ്റ്റ് റെക്കോർഡിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ റെക്കോർഡിങ്സും കൂടെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. മെറ്റാ ട്രേഡർ ഡെമോ അക്കൗണ്ടിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ട് വർക്കൗട്ട് ചെയ്യാം, അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഒരു ഇമോഷൻ ഇല്ലാത്ത മണിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല, നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജിയോടെ ഇമ്പ്രൂവ് ആകത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും ബിഗിനിങ് ഫേസിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യണതിൽ പ്രശ്നങ്ങളില്ല. സാർ ഞാൻ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബേസിക്സ് എടുത്തു, പിന്നെ പെയ്ഡ് ആക്കും 100%. അതാ ഞാൻ തുടക്കമേ പറഞ്ഞേ, ഇവിടെ ഒരു 10 സെഷൻ ഉണ്ട് അല്ലെങ്കിൽ 12 സെഷൻ ഉണ്ടെങ്കിൽ 12 സെഷൻ നിങ്ങൾക്ക് ഫ്രീ ആ. ഇവിടെ ഒന്നിനും ഈ SMCയുടെ പറഞ്ഞ് ഒന്നിനും ഒരെണ്ണത്തിനും നമ്മളിവിടെ കാശ് നമ്മൾ മേടിക്കണില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് കഴിയുന്നതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ പോണില്ല. നമ്മൾ പ്രോപ്പറായിട്ട് വ്യക്തമായിട്ട് ഇത് ലൈവ് സെഷനും പ്രൊവൈഡ്. നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് എക്സോറ ക്യാപിറ്റൽ എന്ന് അടിക്കുക, ഒരു പ്ലേലിസ്റ്റ് വരും, SMCയുടെ ബാച്ച് 1ന്റെ ഒരു റെക്കോർഡിംഗ് ക്ലാസ് ആണത്. അതിൽ ജസ്റ്റ് നിങ്ങൾ കമൻസുകൾ എടുത്ത് നോക്കുക, അത് പറയും നിങ്ങളോട് കഥ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി അത് പറയും. ഓക്കെ. അപ്പോൾ ഐ ആം ഫ്രം ചെന്നൈ സാർ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇംഗ്ലീഷ്? പടച്ചോനെ പെട്ട്. നിഖിൽ ബ്രോ എന്താ? ആ മേഡത്തിനൊന്ന് കണക്ട് ചെയ്തേക്കെന്ന് പറഞ്ഞതാ. ഓക്കെ. ആരാ? പ്രിയ. ശരി. ഓക്കെ. ഗവൺമെന്റ് എംപ്ലോയിക്ക് ഇതിൽ ട്രേഡ് ചെയ്യുന്നതിന് പ്രോബ്ലം ഉണ്ടാകുമോ? അത് പേഴ്സണലി ഒന്ന് ചോദിക്കണമായിരിക്കും ബെറ്റർ കേട്ടോ. ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്താൽ അതിനുള്ള ഉത്തരം തരാം. ഓക്കെ. ഇപ്പോൾ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും പേര് ഇരിക്കുമ്പോഴത്തേക്ക് അതിൽ പറയുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ലീഗൽ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ വിട്ടുകളഞ്ഞത്. ഐ പ്രിഫർ ടു വർക്ക്ഔട്ട് ദിസ് ലേണിംഗ് ഇൻ നിഫ്റ്റി ഓപ്ഷൻ ബൈയിങ് ഇൻസ്റ്റെഡ് ഓഫ് ഫോറക്സ്. ദാറ്റ്സ് വെൻ ഓക്കെ ആണ്, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഉറപ്പായിട്ടും നിഫ്റ്റിയിലും കാര്യങ്ങളിലെല്ലാം തന്നെ വർക്കൗട്ട് ചെയ്യാം. അവിടെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ചാർട്ടിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. ഹൗ ടു കണക്ട് യു പേഴ്സണലി? ഓക്കെ ഫൈൻ. ഞാൻ എൻ്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് വിളിക്കോ മെസ്സേജ് അയക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പേര് തേജസ് എന്നാണ്, എൻ്റെ പേര് തേജസ് എന്നാണ്. ഓക്കെ, ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ നമ്പർ, കണക്ട് ചെയ്യേണ്ടവർക്ക് കണക്ട് ചെയ്യാം. ഓക്കെ സാർ, നമുക്ക് ഡെയിലി ക്ലാസ് ഉണ്ട്. അതിനുള്ള ഉത്തരം ഞാൻ മുമ്പേ പറഞ്ഞതാണ്. നമുക്ക് വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുക. കാരണം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കൂടെ വേണ്ടേ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ക്ലാസ് എൻഡപ്പ് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞ തുടക്കം പറഞ്ഞ അതേ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടുക. ഈ വ്യക്തമായിട്ട് ഈ SMC സെഷൻ്റെ ഒരു 10 സെഷനോ അല്ലെങ്കിൽ 12 സെഷനോ ഉണ്ടെങ്കിൽ ആ 12 സെഷനും നിങ്ങൾക്ക് ഓരോ പുതിയ നോളജ് ആയിരിക്കും. പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് ആയിരിക്കും. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് SMC കോൺസെപ്റ്റിനെ കുറിച്ച്, SMC മാത്രമല്ല, ഇതിൽ നമ്മൾ കുറച്ചൊരു ICT കോൺസെപ്റ്റോട് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ സിലബസിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ടെക്നിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ചാർട്സിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങും. അതിലെല്ലാ വേണ്ട എല്ലാ സഹായങ്ങളും എക്സോറ ക്യാപിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. തുടക്കം പറഞ്ഞ അതേ കാര്യം എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഈ ഒരു 10-12 സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളം കയ്യിലെടുത്ത് വെച്ച് തന്നിരിക്കും. ഇത് 100% എക്സോറ ക്യാപിറ്റൽ എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഉറപ്പാണ്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ഞാൻ ഇറക്കി പറഞ്ഞ് വർക്കൗട്ട് ചെയ്യണം. പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണം. ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കണം. ഓക്കെ നിങ്ങളുടെ ഗ്രോത്ത് അത് മാത്രമേ നമ്മൾ മുന്നിൽ നോക്കി കാണുന്നുള്ളൂ. വേറെ ഒന്നും തന്നെ നമ്മളിപ്പോൾ നോക്കി കാണുന്നില്ല. ഓക്കെ, ക്ലാസ് ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ് ഉറപ്പായിട്ട് നമ്മൾ നിങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി ത്രൂ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് അന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ക്ലാസ് ടൈം എന്ന് പറയുന്നത് 8 PM ആണ്. എല്ലാവർക്കും ആ ടൈമിംഗ് ഓക്കെ ആണെന്ന് വിശ്വസിക്കണം. ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരുന്ന ടൈമിംഗ് നോക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ 8 മണി എന്നുള്ളത് സെറ്റ് ചെയ്ത്. സ്ട്രാറ്റജി പഠിപ്പിക്കും ഉറപ്പായിട്ടും. അതെല്ലാം നമ്മൾ ഇത്രയേറെ പറഞ്ഞേ, ഉറപ്പായിട്ടും പഠിപ്പിക്കും. ക്യാൻ വി ട്രേഡ് വിത്ത് 2K hours? അത് ഉറപ്പായിട്ട് നമുക്ക് അങ്ങോട്ട് പോകും തോറും നമുക്ക് സംസാരിക്കാം. നമുക്ക് അതായിരിക്കും ഇച്ചിരി ബെറ്റർ എന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകും തോറും നമുക്കത് ആ എമൗണ്ടിൻ്റെ കേസുകളെല്ലാം സംസാരിക്കാം. ഇങ്ങനെ ആരും ചെയ്യില്ല. ഫുൾ ഫ്രീ, ഐ ക്യാൻ ബിലീവ്. ഗ്രേറ്റ് ജോബ് സർ. ഉറപ്പായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക കേസ്. എനിക്ക് അത് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങളത് യൂസ് ചെയ്യുക. ഞാൻ മുമ്പ് പറയാം, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നതിന് അങ്ങേയറ്റം നിങ്ങൾ ബുദ്ധിമുട്ടിക്കുക. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആ 1% ക്ലബ്ബിൽ കയറണം നമുക്ക് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും, എന്തൊക്കെ ഹെൽപ്പുകൾ വേണോ അതെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരും. നമ്മൾ അങ്ങോട്ട് കിടിലം നിങ്ങൾക്കൊരു നമ്മളെ പെയ്ഡായിട്ട്, അതായത് വളരെ ഹൈ ആയിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലേക്കുള്ള ഫ്രീ ടിക്കറ്റ് പോലും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സംഭവങ്ങളെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ അണിയറയിൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഓൾറെഡി വർക്കെല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ മാക്സിമം യൂസ് ചെയ്യുക. ഞങ്ങൾ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം ചെയ്യുക. അതിന് നിങ്ങൾ ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരിക്കലും ട്രേഡിങ് സിമ്പിളല്ല. നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട വീഡിയോസും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വരരുത്. ഇതിനൊരു വേറൊരു മുഖം തന്നെയുണ്ട്. അത് ഇച്ചിരി ഭീകരതയാണ് മുഖം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി മെനക്കെടുണ്ട്. അപ്പോൾ ആ മെനക്കെടാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ എല്ലാവരും നിൽക്കാൻ. ബെനിഫിറ്റ് ബൈ പ്രൊവൈഡിങ് ഫ്രീ സെഷൻ. ഞങ്ങൾ ബെനിഫിറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ ബ്രോ. നിങ്ങൾ ഇപ്പോൾ നാളെ ഒരു കാലത്ത് രക്ഷപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വിലയേറിയ അഭിപ്രായം അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട്. അതിൽ നിന്ന് ഞങ്ങളൊന്നും ബെനിഫിറ്റ് ആയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മനസ്സറിഞ്ഞ് പറയുകയാണ്, ഞങ്ങളൊന്നും ബെനിഫിറ്റ് ആയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് സെഷന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെയാണ്. അതിൻ്റെ റെക്കോർഡിങ്സ് എല്ലാം നിങ്ങൾക്ക് വാച്ച് ഔട്ട് ചെയ്യാം, ആൾക്കാരോട് ചോദിക്കാം. ഇതിൽ നിന്ന് ബെനിഫിറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ ഉത്തരം. ഞാൻ 3 പെയ്ഡ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പെയ്ഡ് കോഴ്സിന് മേളിലായിരിക്കും ചിലപ്പോൾ ഫ്രീ കോഴ്സ്. ഓക്കെ, അതിന് കാത്തു വെച്ചതായിരിക്കും ചിലപ്പോൾ ഇത്. അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ സാർ, ഈ ക്ലാസ് ബേസിക്സ് ഒന്നും അറിയാത്തവർക്കുള്ള ക്ലാസ് ഉറപ്പായിട്ടും വളരെ ബിഗിനർ തൊട്ടിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടെന്നുള്ള സ്കീമിലാണ് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഒന്നുകൊണ്ട് നിങ്ങൾ വറീഡ് ആവണ്ട. നിങ്ങൾക്ക് ഒരു ബേസിക്സ് ഇല്ലെങ്കിലും നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങും. ഓക്കെ, മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്തൊക്കെയാണ്? മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്, ഞങ്ങൾ പെയ്ഡ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്, ഞങ്ങൾ അൾട്ടിമേറ്റ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ തന്നെ ഫസ്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള CRT+ ICT അക്കാദമിയാണ് നമ്മൾ. അപ്പോൾ അതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ബോധേഡ് ആവണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അതിൻ്റെ സമയമല്ല ഇത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ ഫ്രീ SMC സെഷനിലുള്ള ഫോക്കസ് ചെയ്യുക. മെൻറ്റർഷിപ്പിൻ്റെ കേസാണെങ്കിൽ നിങ്ങൾ പേഴ്സണലി കണക്ട് ചെയ്യുക. അതായിരിക്കും ഇച്ചിരി ബെറ്റർ. കാരണം ഇതിൽ മെജോറിറ്റി ആൾക്കാരും ബിഗിനേഴ്സാണ്. അപ്പോൾ നമ്മൾ അത് ഇവിടെ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ബേസിക്സ് പഠിപ്പിച്ചു തരുമോ? പിന്നെന്ത്, അതിനെല്ലാം നമ്മൾ ഇരിക്കണം തന്നെ. ഷെയറിൽ ഇൻവെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഈ ക്ലാസ് ഉപയോഗപ്പെടും. ഉറപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്വന്തമായിട്ട് ടെക്നിക്കൽ നോളജ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിങ്ക് ട്രേഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാം. ICT പഠിച്ച ആൾക്ക് SMC എത്രയാണോ?
ICT പഠിച്ച ആൾക്ക് ഇതിൽ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ ബ്രോ? നിങ്ങൾ പഠിച്ച രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ പഠിച്ച പാത്ത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ബോധേട ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ബ്രോയെ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ ടെക്നിക്കൽ നോളജ് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. അപ്പോൾ നമ്മളൊരു ഞാൻ ചോദിച്ചത് സിസ്റ്റമാറ്റിക് പറ ICT ആണോ SMC ആണോ ഏറ്റവും അപ്ഡേറ്റഡ് ഉറപ്പായിട്ട് ആയിട്ടുള്ള അറിയാൻ വേണ്ടിയിട്ടാ. ICT ആണ്. ആണോ? ഓക്കെ. പക്ഷേ ഇതിൽ നമ്മൾ ICT കോൺസെപ്റ്റ്സ് കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് ICT കോൺസെപ്റ്റ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു CRT കോൺസെപ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കാര്യം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയുടെ ടെക്നിക്കൽ നോളജ് എങ്ങനെയാണ്, ബ്രോ എങ്ങനെയാണ് ഒരു ചാർട്ടിനെ റീഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. അപ്പോൾ ബ്രോ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മൾ മെൻറ്റേഴ്സിൻ്റെ വാക്ക് കേൾക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബ്രോ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ആ ഒഴുക്കിൽ അങ്ങ് ഒഴുകി പോവുക. ഈ ഓക്കെ ബ്രോ? CRT ഇല്ലേ, ആ CRT മറ്റേ 1AM 9AM 5AM അതാണോ? ഞാൻ CRT യൂസ് ചെയ്തോണ്ടിരുന്നേ, പക്ഷെ ചില സമയത്ത് അത് വർക്ക് ആവുമായിരുന്നു. $300 ഓക്കെ അത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചില സമയത്ത് വർക്ക് ആവുമോ വർക്ക് ആവാത്തതെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെ ക്യാൻഡിൽസിനെ റീഡ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ പിടിക്കുന്നുണ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എങ്ങനെ ചാർട്ടിനെ റീഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ വിന്നിങ് റേഷ്യോയും കാര്യങ്ങളെല്ലാം. ബ്രോ ചാർട്ടിനെ റീഡ് ചെയ്യുന്നത് പോലെ ആവില്ല ഞാൻ ചാർട്ടിനെ റീഡ് ചെയ്യുക, ഞാൻ ചാർട്ട് റീഡിനെ പോലെ അല്ല ബ്രോ ചെയ്യുക. അപ്പോൾ അതെല്ലാം ഓരോ പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ കേസെല്ലാം അങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ ഈ ഒരു സിലബസ് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, എൻ്റെ റിക്വസ്റ്റ് അത് മാത്രമാണ്. വർക്ക് ചെയ്യാതെ നമ്മൾ എവിടെ എത്തൂല. അപ്പോൾ ആ വർക്ക് ചെയ്യുക, മാക്സിമം ചാർട്ടിൻ്റെ ടൈമിൽ ഇരിക്കുക. ഓക്കെ, സാറിൻ്റെ പ്ലേസ് എവിടെയാണ്? ഞാൻ പഠിച്ചേക്കാൻ മലപ്പുറത്തായിരുന്നു, ഞാൻ ഇപ്പോൾ കറൻലി കൊല്ലമാണ്. സാർ ബേസിക്സ് അറിയാത്തവർ അഡ്വാൻസ്ഡ് കോഴ്സ് എടുത്തവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ക്ലാസ് ബുദ്ധിമുട്ടാകില്ല? ഉറപ്പായിട്ടുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ തുടക്കം വളരെ ബേസിക്സ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണേ. അതിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആണോ അവർ അഡ്വാൻസ്ഡ് അല്ലേ എന്നുള്ളത് ഞങ്ങൾ നോക്കണില്ല. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾ പഠിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ എയിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഇസഡിലെ അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ബ്രോയ്ക്ക് ജോയിൻ ചെയ്യാം. ഉറപ്പായിട്ടും ബിഗിനർ, അതായത് ഒന്നും അറിഞ്ഞില്ലേ പോലും ഞങ്ങൾ തുടക്കം ഞങ്ങൾ പോളിഷ് ചെയ്ത് തലോടി ഞങ്ങൾ ഇങ്ങ് എടുത്തോളാം. ഇന്ത്യൻ മാർക്കറ്റിൽ SMC പറയുമ്പോഴല്ലേ ഈസി. ഉറപ്പായിട്ടും ഓരോരോ ടേംസ് കേട്ടിട്ട് ഒന്നും മനസ്സിലായി, അതിനെക്കുറിച്ചൊന്നും വറീഡാവണ്ട. ടേംസിൻ്റെ കേസ് നോക്കണേ. അപ്പോൾ ബ്രോ പറഞ്ഞത് CRTയുടെ കേസ് പറഞ്ഞത് കൊണ്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ ബിഗിനറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വറീഡാവണ്ട. എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, എല്ലാം റെഡിയാക്കി എടുക്കാം. ട്രേഡിങ് ഈസി അല്ല എന്നുള്ള കാര്യം മാത്രം നിങ്ങളെ മനസ്സിൽ വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ഈസി അല്ലാത്തൊരു കാര്യം നമ്മളെ കയ്യിലൊന്ന് മെരുക്കിയെടുക്കണം, ഇച്ചിരി ഒന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ അത്രയും ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രം. ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റു. കാർ ഫുൾ ചാർജായി, പിന്നെ അല്ലാതെ അത്രേ ഉള്ളൂ. ഓഫീസ് എവിടെയാണ്? ഓഫീസായിട്ട് നമ്മളൊരു ഇത് തുടങ്ങിയിട്ടില്ല. നമ്മൾ രജിസ്റ്ററും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു, പക്ഷെ നമ്മൾ ഓഫീസായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇക്കൊല്ലം അത് സംഭവിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ഒരു ഹ്യൂജ് വൈഡ് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം സംഭവിക്കട്ടെ കൊല്ലം. ഫോറക്സ് മാത്രമേ പഠിപ്പിക്കും, ഇന്ത്യൻ ക്രിപ്റ്റോ എല്ലാത്തിലും നമ്മൾ നോക്കും. എല്ലാത്തിലും ഒരു സിസ്റ്റം തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഇന്ന് ക്ലാസ്സിൽ കയറാൻ ലേറ്റായി, അപ്പോൾ എനിക്ക് ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ല. ശരിക്കും ഈ ഗ്രാഫ് എന്താണ്? ഓക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ റെക്കോർഡിങ്സ് വരുമ്പോഴത്തേക്ക് സൂം യൂസർ, അപ്പോൾ അത് ഒന്ന് കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും എന്താ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ബാക്കി നമ്മളെല്ലാം വളരെ ബിഗിനറിന് വളരെ ബേസിക്സ് ഒന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? റെക്കോർഡിങ്സ് നമ്മൾ ഡ്രൈവിൽ നമ്മൾ എന്ത് ചെയ്യും, ആക്സസ് കൊടുക്കും. ഡ്രൈവിൽ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് തരുന്നതായിരിക്കും കേട്ടോ. ഡ്രൈവിൽ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഓക്കെ, സപ്പോർട്ട് ഫോർ ബിഗിനിങ് ദ എക്സോറ ഓഫീസ്. വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ചോദിക്കാൻ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ തുടങ്ങാണ് നമ്മളുടെ പരിപാടികളും കാര്യങ്ങളെല്ലാം.
ഒറ്റ കാര്യം മാത്രം, ഇപ്പോൾ ഒരു 85 പേരുണ്ടല്ലോ, എത്ര പേരുണ്ടോ, 200 260 പേര് നമ്മളതിനകത്തുണ്ട്. ഇപ്പം 260 പേർക്കും 260 പേര് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട ആൾക്കാരാണ്. ഒരാൾ പോലും ഇല്ല ഞങ്ങൾക്ക് കളയാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റോളാം. ഓക്കെ, എല്ലാം നല്ല സംഭവിക്കട്ടെ. നിങ്ങൾ കൂടെ കൂടുക, വ്യക്തമായിട്ട് ക്ലാസ്സുകൾ കാണുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം, ഒരു മടിയും നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ അല്ലേ? എന്ത് സൈക്കോളജിക്കൽ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളാണ്, ട്രേഡിംഗ് റിലേറ്റഡ് എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓക്കെ, ഒരു സമയത്ത് പോലും ഇവരെ കണക്ട് ചെയ്തത് ഒരു മോശമായി തീരുമാനമായി നിങ്ങൾക്ക് ഒരു സമയത്ത് പോലും ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് തോന്നൂല. ഓക്കെ, അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കണേ. സാർ നമുക്ക് ക്യാപിറ്റൽ 5000 മതിയോ സാർ? തൽക്കാലം ക്യാപിറ്റലിനെ കുറിച്ച് ബ്രോ ഇപ്പോൾ വറീഡ് ആവണ്ട. ഓക്കെ, നമുക്ക് ആദ്യം സ്കില്ല് പഠിച്ചെടുക്കാം. നമുക്ക് ഇതൊരു ലൈഫ് ടൈം സ്കിൽ. ആ സ്കില്ല് പഠിച്ചെടുത്തിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഗ്രാഫും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അനലൈസ് ചെയ്യും. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഞങ്ങൾ അനലൈസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ പറയാം, എമൗണ്ടിന്റെ കേസും കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, ബ്രോയെ ബാധിക്കാത്ത ഒറ്റ കാര്യം മാത്രം ബ്രോ ചിന്തിക്കുക. ബ്രോയെ ബാധിക്കാത്ത ആ എമൗണ്ട് നഷ്ടപ്പെട്ടാലും ഇതിന് ബ്രോയ്ക്ക് കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് മാത്രം ബ്രോ എന്ത് ചെയ്താൽ മതി, തുടക്കം ഇനീഷ്യൽ ഫേസിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് എപ്പോഴും ഉറപ്പായിട്ടും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. വ്യക്തമായിട്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കും. ഉറപ്പായിട്ട് നിങ്ങളെ വിളിക്കാതെ ആരെ വിളിക്കാൻ? ഞങ്ങൾ ആദ്യം നിങ്ങളെ വിളിക്കും, എന്നിട്ടേ വിളിക്കുള്ളൂ ബാക്കിയാലേ. ഡാറ്റ അനലിറ്റിക്സ് ഫോറക്സ് ജേണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വലിയ പിടിയില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് മാനുവലി തന്നെ ചെയ്യാം. ഒരു എയുടെ ഹെൽപ്പൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് സ്കീമൊന്നും വേണ്ട. ഓക്കെ, ക്ലാസ് കഴിഞ്ഞോ? ക്ലാസ് ഇന്നൊരു ഓറിയന്റേഷൻ സെഷൻ മാത്രമായിരുന്നു. എന്താണ് എക്സോറുടെ ഒരു എയിം എന്താണെന്നും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് കാണാത്തവർ റെക്കോർഡിങ് കാണുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ വിളിക്കാം, മെസ്സേജ് അയക്കാം, എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെ സൗകര്യം മാത്രം നോക്കിയാൽ മതി, ഞങ്ങളുടെ സൗകര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഓക്കെ, ഷാൾ വി എക്സ്പെക്ട് എ ലൈഫ് ടൈം ജേണി? ഉറപ്പായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്, ഒന്നും പേടിക്കണ്ട. സാറിൻ്റെ PNL കാണിക്കാം, അത് ഉറപ്പായിട്ട് പോകുന്ന വഴിക്ക് കാണിക്കാം. അതിനൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തന്നെയില്ല. മിനിമം എത്ര ക്യാഷ് ഇടേണ്ടി വരും അതെല്ലാം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ക്യാഷിനെ കുറിച്ച് വറീഡ് ആവണ്ട. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് 1 തുടങ്ങാം. അത് തന്നെ, നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണം. എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? സ്പെയിൻ്റെ കളിയൊക്കെ ഇല്ലേ, ഒന്ന് കാണണ്ടേ? ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? തുടങ്ങല്ലേ നമുക്കെന്നാ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ട് കേട്ടോ, ഒന്നും വേണ്ട. ഞാൻ തുടക്കം പറഞ്ഞ വാക്ക് അതേ കണക്ക് ഞാൻ പറഞ്ഞ് ഇത് എൻ്റെ ആണ്. ഈ ഒരു SMC സെഷൻ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സിലബസ് നിങ്ങളെ ഉള്ളം കയ്യിലോട്ട് എടുത്ത് വെച്ച് തരും. അത് നിങ്ങളൊന്ന് മുറുക്കി പിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം നമുക്ക് കാണാം. ഓക്കെ, വാമോസ് ഹിസ്പാനിയ. ഓക്കെ, അപ്പോൾ കാണാം. ശരി, താങ്ക് യു സോ മച്ച്.